സ്നേഹവന്ദനങ്ങൾ പ്രിയമുള്ളവർ, പാഠഭേദത്തിൻ്റെ പുതിയൊരു സെക്ഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നാട്ടിലാണ്, അതുകൊണ്ട് തന്നെ ചെറിയ ഒരു പാഠഭേദത്തിൻ്റെ വീഡിയോ ചെയ്യുകയാണ്. നാട്ടിൽ കഴിഞ്ഞ 2-3 ദിവസങ്ങളായിട്ടുണ്ട്. ഇന്നും നാളെയും, അതായത് ശനി ഞായറും കൂടെ നാട്ടിലുണ്ടാകും. കലയപുരം IPC സെൻട്രൽ കൺവെൻഷൻ്റെ ലാസ്റ്റ് 2 ദിവസങ്ങൾ, ശനിയാഴ്ചയും ഞായറാഴ്ചയും ദൈവവചനം സംസാരിക്കുന്നു. അതിനുവേണ്ടി നാട്ടിലെത്തിയതാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ ഈ വീഡിയോയിൽ പറയുന്നത്, കുറേ ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ പെന്റിക്കോസ്റ്റൽ സമൂഹത്തിന് ഏകീകൃതമാകുന്ന ഒരു ഉപദേശ വിഷയങ്ങളെക്കുറിച്ച് ഉത്തരങ്ങൾ പറയുന്ന ഒരു സമിതി ഉണ്ടാകണമെന്നൊക്കെ ഒരു അഭിപ്രായം പറഞ്ഞിരുന്നു. അതായത് എന്താണ് പെന്തക്കോസ്തുകാർ വിശ്വസിക്കുന്നത് എന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കുന്ന, കാരണം പലരും പല അഭിപ്രായങ്ങൾ വരുമ്പോഴുള്ള കൺഫ്യൂഷൻസ് ഒഴിവാക്കുവാൻ എല്ലാ പെന്റിക്കോസ്റ്റൽ സമൂഹങ്ങളും ചേർന്ന് ഒരു അപെക്സ് ബോഡി ഉണ്ടാകണമെന്നൊക്കെ ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു. കഴിഞ്ഞ ദിവസവും വളരെ മാന്യനാകുന്നൊരു ദേവദാസൻ എന്നോട് സംസാരിക്കുമ്പോൾ ആ അഭിപ്രായത്തെ പിന്തുണച്ചുകൊണ്ട് അത് ഈ കാലഘട്ടത്തിൻ്റെ വലിയൊരു ആവശ്യമാണ് എന്ന് സംസാരിക്കാനിടയായിട്ടുണ്ട്. പെന്റിക്കോസ്റ്റൽ സമൂഹത്തിനിടയിൽ ഉണ്ടാകാൻ പോകുന്ന ഒരു വലിയ ഐക്യതയെക്കുറിച്ചും ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിരുന്നു. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ കഴിഞ്ഞ പല വീഡിയോകളിൽ ഞാൻ പണ്ടങ്ങോ പെന്തക്കോസ്തുകാരുടെ ഇടയിൽ പെന്തക്കോസ്തുകാർ എന്ത് വിശ്വസിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ച്, ഒരു പെന്റിക്കോസ്റ്റൽ തിയോളജി എന്താണെന്നുള്ളതിനെക്കുറിച്ച് ഒരു ഏകീകൃതമാകുന്ന ഒരു പുസ്തകമുണ്ടാക്കാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ടെന്നും അങ്ങനെ ചില കാര്യങ്ങൾ ഞാൻ വീഡിയോയിൽ പറഞ്ഞിരുന്നു. ഇപ്രാവശ്യം നാട്ടിൽ വന്നപ്പോൾ എൻ്റെ കോ ബ്രദർ, വൈഫിൻ്റെ ജ്യേഷ്ഠത്തി, ഹസ്ബൻഡ്, അവർ അസംബ്ലീസ് കോഡിൻ്റെ കടത്തുവേലിയിലായിരിക്കുന്ന ദൈവമക്കളാണ്. അവരുടെ വീട്ടിൽ വന്നപ്പോൾ ഞാൻ ആ പുസ്തകം കണ്ടു. വർഷങ്ങൾക്ക് മുമ്പ്, 10-30 വർഷങ്ങൾക്ക് മുമ്പ് പുറത്തിറക്കിയ പെന്തക്കോസ്ത് ദൈവശാസ്ത്രം എന്ന പുസ്തകം. ഈ പുസ്തകത്തിൻ്റെ പ്രത്യേകത, തിരുവല്ല റീഡേഴ്സാണിത് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് എഡിഷൻ ജനുവരി 2000, അതായത് 25 വർഷങ്ങൾക്ക് മുമ്പ് പുറത്തിറക്കിയ ഈ പുസ്തകത്തിൻ്റെ പ്രത്യേകത, കേരളത്തിലെ ഏതെങ്കിലും ഒരു പെന്റിക്കോസ്റ്റൽ ചർച്ച് ഇറക്കിയ ഒരു പുസ്തകമല്ല. മുഖ്യധാരയിലുള്ള എല്ലാ പെന്തക്കോസ്ത് സഭകളുടെയും പ്രതിനിധികൾ ഒന്നിച്ചു ചേർന്ന് ഒരു ഉപദേശക സമിതി ഒക്കെ ഉണ്ടാക്കി, അങ്ങനെ പലരും ഒന്നിച്ചു ചേർന്ന് എഡിറ്റ് ചെയ്ത ഒരു പുസ്തകം. അതുകൊണ്ട് തന്നെ ഈ പല പെന്തക്കോസ്തുകാർക്കും പല ഉപദേശമാണെന്നുള്ള പരാതി ഈ പുസ്തകത്തെക്കുറിച്ച് ഉണ്ടാകുകയില്ല. കാരണം കേരളത്തിലെ മെയിൻ സ്ട്രീമിലുള്ള എല്ലാ പെന്തക്കോസ്ത് സഭകളും ചേർന്ന് പെന്തക്കോസ്തുകാർ എന്ത് വിശ്വസിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ച്, പെന്തക്കോസ്ത് ദൈവശാസ്ത്രം, പെന്തക്കോസ്ത് തിയോളജി എന്താണെന്നുള്ളതിനെക്കുറിച്ച് ഇറക്കിയിരിക്കുന്ന പുസ്തകം. അതുകൊണ്ട് തന്നെ ഈ പുസ്തകത്തെ പരിചയപ്പെടുത്തുകയാണ് ഈ പാഠഭേദത്തിലൂടെ ചെയ്യുന്നത്. ഇതിൻ്റെ ഗുണം ഞാൻ പറഞ്ഞല്ലോ, ഏതെങ്കിലും ഒരു ചർച്ചിൻ്റെയോ ഒരു വ്യക്തിയുടെയോ ഉപദേശമല്ല ഇതിനകത്തുള്ളത്. പൊതുവിൽ പെന്തക്കോസ്ത് സമൂഹം എന്ത് വിശ്വസിക്കുന്നു. പലരും ചോദിക്കാറുണ്ട്, അങ്ങനെ പെന്തക്കോസ്തുകാർക്ക് ഒരു ഡോക്ട്രിൻ ഉണ്ടെന്നേ. ഒരു ഏകീകൃതമാകുന്ന പെന്തക്കോസ്ത് ദൈവശാസ്ത്രം, ഒരു തിയോളജിയുണ്ട്. പ്രത്യേകിച്ചും കേരളത്തിലെ പെന്തക്കോസ്തുകാരുടെ ഒരു പുസ്തകം, മലയാളത്തിലുള്ള പുസ്തകം. ഇതാണ് പുസ്തകം, ഞാൻ നിങ്ങളെ കാണിക്കുന്നു. പെന്തക്കോസ്ത് ദൈവശാസ്ത്രം എന്ന പേരിൽ ഉള്ള പുസ്തകം. ഇത് ഈ ഒരു ഉപദേശക സമിതി, അതായത് ആരൊക്കെയാണ് ഈ പുസ്തകത്തിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത്. റീഡേഴ്സ് പബ്ലിക്കേഷനാണ് അന്ന് ആ പുസ്തകം പുറത്തിറക്കിയത്. ചെയർമാൻ ഡോക്ടർ KC ജോൺ, ജനറൽ എഡിറ്റർ ഡോക്ടർ TP വർഗീസ്, പബ്ലിഷർ രാജു ജോർജ്, എഡിറ്റേഴ്സ് VP ഫിലിപ്പ്, മാത്യു പാലത്തിങ്കൽ, കൺസൾട്ടിംഗ് എഡിറ്റർമാരായിട്ട് റവറൻ ഡോക്ടർ AC ജോർജ്, ജോൺ താന്നിക്കൽ, ജോർജ് C കുരോള, ഹാബേൽ G വർഗീസ്, തോംസൺ K മാത്യു, TP എബ്രഹാം. ഇവരെല്ലാം വേദശാസ്ത്രത്തിൽ PhD ഉള്ള ആളുകളാണ്. ഉപദേശക സമിതി അംഗങ്ങളായി TG കോശി, PIV സാം, സണ്ണി വർക്കി, തോമസ് ഫിലിപ്പ്, VA തമ്പി, TS എബ്രഹാം, PS ഫിലിപ്പ്, OM രാജുക്കുട്ടി, ശ്യാമുൽ മാത്യു. ചുരുക്കി പറഞ്ഞാൽ പ്രധാനപ്പെട്ട പെന്തക്കോസ്ത് സഭകളുടെ എല്ലാ നേതാക്കന്മാരും ആ പെന്തക്കോസ്ത് സമൂഹങ്ങളിലുള്ള അഗ്രഗണ്യരാകുന്ന തിയോളജിയൻസും ചേർന്ന് തയ്യാറാക്കിയ പുസ്തകം. ഇവർ ഉപദേശക സമിതിയാണെങ്കിൽ എഴുത്തുകാർ വളരെ ഈടുറ്റ, വളരെയധികം തിയോളജിക്കൽ ഈ ടീച്ചിങ് രംഗത്ത് പ്രാഗൽഭ്യം തെളിയിച്ചിട്ടുള്ള ദേവദാസന്മാർ, M സ്റ്റീവൻ സാർ മുതൽ ഡോക്ടർ PU പോൾസൺ, TT സൈമൺ, ഡോക്ടർ TP വർഗീസ്, KP മാത്യു, TT സൈമൺ, ഇമ്മാനുവൽ PG,
വിജയ സാംകുട്ടി, കെ ജെ മാത്യു, ഡോക്ടർ KC ജോൺ, ഇങ്ങനെ പറയുന്ന എഴുത്തുകാരുടെ നീണ്ട നിര. ഇവരെല്ലാം കൂടെ ചേർന്ന് തയ്യാറാക്കി എഡിറ്റ് ചെയ്ത് പുറത്തു കൊണ്ടുവന്നിരിക്കുന്ന ഈ പുസ്തകം കേരളത്തിലെ പെന്തക്കോസ്തുകാർ എന്ത് വിശ്വസിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു ഏകീകൃതമാകുന്ന തിയോളജിയൻസ് ചേർന്ന്, സഭകൾ ചേർന്ന് ഒന്നിച്ച് പുറത്തിറക്കിയിട്ടുള്ള ഒരു പുസ്തകം. അതുകൊണ്ട് നമ്മുടെ പാസ്റ്റേഴ്സിനോ നമ്മുടെ വിശ്വാസികൾക്കൊക്കെ എന്തെങ്കിലും പെന്തക്കോസ്റ്റൽ ഡോക്ടറിനെക്കുറിച്ച് സംശയങ്ങളുണ്ടാകുമ്പോൾ, മറ്റുള്ളവർ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ എന്താണ് നമ്മൾ വിശ്വസിക്കുന്നതെന്ന് അടിസ്ഥാനപരമാകുന്ന ഏറെക്കുറെ എല്ലാ തിയോളജിക്കൽ സ്ട്രീംസിലുമുള്ള വിഷയങ്ങൾ തിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ്സ് ഇവിടെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് പ്രയോജനപ്പെടും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് ഈ പാഠഭേദത്തിലൂടെ പ്രേക്ഷകർക്ക് വേണ്ടി ഈ പുസ്തകം പരിചയപ്പെടുത്തുകയാണ്. തിയോളജിയുടെ, സിസ്റ്റമാറ്റിക് തിയോളജിയുടെ വിവിധ ശാഖകൾ ഈ പുസ്തകത്തിൽ പല വിഭാഗങ്ങളായി ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഓരോ വിഭാഗത്തിലും അധ്യായങ്ങളുണ്ട്. നിങ്ങൾക്ക് ഇത് റെഫർ ചെയ്യുവാൻ കഴിയും എന്ന ഒരു നല്ല ഒരു ഇൻഫർമേഷൻ ഈ പാഠഭേദത്തിലൂടെ മുമ്പോട്ട് വെക്കുന്നു. ഇനി ആരെങ്കിലും ചോദിക്കുകയാണ് പെന്തക്കോസ്തുകാർക്കെല്ലാം ഒന്നിച്ചൊരു അഭിപ്രായം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. കേരള പെന്തക്കോസ്ത് സമൂഹത്തിന് അങ്ങനെ ഒരു ഈടുറ്റ പുസ്തകമുണ്ട്. 941 അധികം പേജുകളുള്ള ഒരു പുസ്തകമാണ്. വലിയ ഒരു ബുക്കാണ്. ഇത് അല്പം പഴയ ബുക്കായതുകൊണ്ട് ഇതിൻ്റെ പുറംചട്ടയൊക്കെ അല്പം ഇളകിയിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ അതിൻ്റെ അകത്തെ പേജ് ഒന്ന് കാണിക്കാം. ആ പേപ്പർ കവർ മാറ്റിയിട്ട് അകത്തെ പേജ് ഒന്ന് കാണിക്കാം. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ. ഹാവ് എ വണ്ടർഫുൾ ടൈം. കലയപുരത്തിന് അടുത്തുള്ളവർ ശനിയാഴ്ചയും ഞായറാഴ്ചയും കലയപുരം കൺവെൻഷന് വന്നാൽ നമുക്ക് നേരിട്ട് കാണാം. കർത്താവ് സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ. ഹാവ് എ വണ്ടർഫുൾ ടൈം.